ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റാഗി സേമിയ പുട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് റാഗീൻ്റെ സേമിയ നമുക്ക് കിട്ടുന്നത്. കടയിൽ നിന്ന് ലൂസായിട്ട് വാങ്ങുന്നതാണിത്. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് കൈവച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കാം. കാരണം നമ്മുടെ പുട്ടും കുറ്റിയിൽ അത് കൊള്ളണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തു അത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം മതി. അങ്ങനെ ഒരുപാട് നമ്മൾ പുട്ട് കുഴയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന അത്ര വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഒന്ന് പുതിർത്തി എടുക്കണത് അത്രയേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതിനൊന്ന് പുതിർത്തിയെടുക്കാം. അപ്പോൾ ഇത് പുതിർന്ന് വരുമ്പോൾ നമുക്കിത് ഒന്നൊരു കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു സേമിയേൻ്റെ ഇതായിട്ട് വരും. അപ്പോൾ ഞാൻ ഉപ്പിട്ടു. അപ്പം ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. വേണ്ടല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊന്ന് പുതിർന്നു, വെള്ളമൊക്കെ പാകത്തിനായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് കയറ്റാം. ഞാൻ നാളികേരം ഇതിൻ്റെ കൂടെ കുറച്ചിടുന്നുണ്ട്. പിന്നെ പുട്ട് നമുക്ക് അതിലേക്ക് ആക്കുന്ന പോലെ ഇടയിലിടയിൽ നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നാളികേരമൊക്കെ ഇട്ട് മിക്സ് ചെയ്തു. ഇത് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആക്കിയിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ നമ്മുടെ പുട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാ അതുപോലെ നല്ല അടിപൊളിയായിട്ട് വരും. ഇത് ചെറുപയറിൻ്റെ കറി വെച്ചാണ് ഞാൻ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ചെറുപയറിൻ്റെ കറി. ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു കഴിച്ചവരൊക്കെ. അപ്പോൾ ഇതങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്.